ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഇൻഡെക്സിൻ്റെ അനാലിസിസ് ചെയ്യും. പ്ലസ് ഞാൻ ട്രൈ ചെയ്യാം മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനാലിസിസ് കൂടി തരാം. ഓക്കെ, സോ നമ്മുടെ അനാലിസിസ് കിടക്കാം. ഇന്ന് ഞാൻ ആക്ച്വലി ഡെയിലി ടൈം ഫ്രെയിം വെച്ചിട്ടാണ് അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ വലിയ ടൈം ഫ്രെയിമിൽ ആൻഡ് 1 hour ആൻഡ് ദെൻ സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് ഞാൻ അനാലിസിസ് ചെയ്യാം. ഷെയർ ചെയ്യാൻ ലേണിംഗ് പർപ്പസാണ് വീഡിയോ. സോ അതനുസരിച്ച് ലേണിംഗ് തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ഇൻട്രസ്റ്റഡ് പീപ്പിൾ ശരിക്കും അത് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്, നമ്മൾ ചാർട്ട് റീഡ് ചെയ്യുന്നത് കുറച്ചായിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നല്ല എക്സ്പ്ലനേഷൻ ആയിരിക്കും. ഐ ഹോപ്പ് ഫുൾ എക്സ്പ്ലനേഷൻ നല്ലതാണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ പറയാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ലൈക്സ് വളരെ കുറവാണ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും കൂടി. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ഇനി നമ്മുടെ ഈ ഒരു ടോപ്പ് ടു ഈ ഒരു ലേറ്റസ്റ്റ് ലോ. ഓക്കെ, ലേറ്റസ്റ്റ് ലോ ഇവിടെ നിന്നാണ് നമ്മൾ ഇനി സ്ട്രക്ചർ റീഡ് ചെയ്യുന്നത്. ബട്ട് എങ്ങനെ ഫസ്റ്റ് ഫിബൊനാച്ചി എടുക്കാം. ഫിബൊനാച്ചി എടുത്തിട്ട് നമ്മൾ മുകളിൽ നിന്ന് ടോപ്പ് ടു ഈ പഠിച്ച ഒരു ബോട്ടം. ഓക്കെ, ഈ ഒരു ബോട്ടം വരെ നമ്മൾ ഫിബ് വെച്ചു. ഫിബ് വെച്ചിട്ട് നമുക്ക് എന്താ കാണുന്നത്? ദാറ്റ് മീൻസ് പ്രൈസ് റിജക്ഷൻ ആവുന്നത് 0.5%. ദാറ്റ് മീൻസ് 50% ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ഷൻ അവിടെ 2-3-4 പ്രാവശ്യം ഇവിടെ കണ്ടോ ട്രൈ ചെയ്തു. ഇവിടെ ഹൈ അടിച്ചു, ദെൻ കൺസിഡറേഷൻ, ദെൻ വീണ്ടും ക്രോസ് ചെയ്യാൻ നോക്കുന്നു. ബട്ട് പ്രൈസിൽ അത്രയ്ക്ക് സ്ട്രെങ്ത് കിട്ടുന്നില്ല മുകളിലേക്ക് പോകാൻ. റൈറ്റ്, ദാറ്റ് മീൻസ് 24,800 നല്ലൊരു റിജക്ഷൻ ഏരിയ ആണ്. ഇതിൻ്റെ അബവ് ബാക്ക് ടു ബാക്ക് 1-2 ക്യാൻഡിൽ നമുക്ക് ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടിയില്ലെങ്കിൽ പ്രൈസിൽ ഒരു ബിയറിഷ്നെസ്, റെഗുലർ ബേസിസ് ബിയറിഷ്നെസ് ഉണ്ടാകും. ഓക്കെ, 24,800 ഈ 50% ഏരിയ 24,800 അബവ് ബാക്ക് ടു ബാക്ക് 1-2 നമുക്ക് ബാക്ക് ടു ബാക്ക് 2-3 ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയാൽ, ഗ്രീൻ ക്യാൻഡിൽ അല്ല ഹെൽത്തി ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അപ്പ് സൈഡ് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ് മീൻസ് ഹെൽത്തി നെക്സ്റ്റ് അപ്പ് മൂവ് ഓർ നല്ല ഒരു മുകളിലേക്കുള്ള മൂവ്. അതുവരെ സെൻറ്റിമെൻറ്റ്സ് ബിയറിഷ് ആണ് ഡെയിലി ടൈം ഫ്രെയിം. സോ 24,800 എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്കെന്ന് വെച്ചാൽ 24,000 നല്ല ഒരു റെസിസ്റ്റൻസ് സോൺ ആണ് 24,800 ഏരിയ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നോക്കാനുള്ളത്? ഇത് ഒരു വേവ് ആണ്. ഞാൻ നമ്മുടെ ഇതിൽ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ ഞാൻ കുറേ ദിവസമായിട്ട് വേവ്, അത് നമ്മൾ 1 hour ടൈം ഫ്രെയിമിൽ പോകാം. ഓക്കെ, ഇത് ഞാനിവിടെ മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തത് ഞാനിപ്പോൾ പറയാതെ എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് ഞാൻ ചിലപ്പോൾ മറന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ആദ്യമേ തന്നെ. ഓക്കെ, സോ 1 hour ചാർട്ടിൽ വരിക. ഇവിടെ ഒരു ബോട്ടം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ മാർക്കറ്റ് ബോട്ടം ഉണ്ടാക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ബോട്ടം ഉണ്ടാക്കിയിട്ടില്ല, ട്രൈ ചെയ്തു. സോ അതാണ് നമ്മുടെ 1. ഇവിടുന്ന് 1, 2, 3. ഓക്കെ, ആൻഡ് ദെൻ 4 താഴേക്ക് വന്നു, വീണ്ടും 5 പോയി. ബട്ട് അത് ഈ റെസിസ്റ്റൻസ് ഡെയിലി ടൈം ഫ്രെയിമിൽ 50% ക്രോസ് ചെയ്യുന്നില്ലായിരുന്നു. 24,800 ക്രോസ് ചെയ്യുന്നില്ലായിരുന്നു. നല്ല ഒരു ഹെൽത്തി ക്ലോസിങ് ഇവിടെ വരെ കൊണ്ടുവന്നു, ടോപ്പ് ഓൺ ടോപ്പ്. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് എന്താ പറഞ്ഞത്? മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും റീട്രേസ് ചെയ്യും. ഓക്കെ, കണ്ടിട്ടില്ലെങ്കിൽ പോയി വീഡിയോ കാണണം. നല്ല ഹെൽത്തി ഗ്രീൻ കാൻഡിൽ ഡെയിലി ടൈം ഫ്രെയിം കാൻഡിൽ ഞാൻ പറഞ്ഞായിരുന്നു. മാർക്കറ്റിന് റീട്രേസ് ചെയ്തിട്ട് ഇവിടെ തന്നെ മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ദാറ്റ് മീൻസ് അത് ഗുഡ് ഒരു ഹെൽത്തി സൈൻ ആയേനെ. ബട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? വീണ്ടും താഴേക്ക്, ശരിക്കും നല്ലപോലെ താഴേക്ക് വരുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു വീക്ക്നെസ് സൈൻ. ഓക്കെ, 1 hour ടൈം ഫ്രെയിമിൽ ഇനി ഈ ഒരു ലോ, ഇന്നത്തെ ഈ ലോ, ദാറ്റ് മീൻസ് ഇതാണ് 24,000. ഞാൻ ഇന്ന് അപ്ഡേറ്റ് കൂടി ചെയ്തായിരുന്നു. ഈ ഒരു ലോ, ഇതിൻ്റെ ബിലോ ക്ലോസിങ് വരാൻ തുടങ്ങിയാൽ മോർ ബ്ലീഡിങ് നമുക്ക് കാണാൻ പറ്റും. ബട്ട് എന്താ കാണിക്കാനുള്ളത്? എനിക്ക് ഇവിടുന്ന് ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഇത് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഇത് റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹ്യൂജ് ഫോൾ ഉണ്ടാവില്ല. ഓക്കെ, ഹ്യൂജ് ഫോൾ ഉണ്ടാവില്ല. വീണ്ടും ഇവിടുന്ന് സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് കയറാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇത് 1 hour ടൈം ഫ്രെയിമിലാണ്, നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. 1 hour ടൈം ഫ്രെയിമിൽ. പിന്നെ ഇനി പറയാനുള്ളത് ഈ ഒരു ലെഗ് ഇപ്പോൾ അടിച്ച ലോ ആൻഡ് ലേറ്റസ്റ്റ് ഹൈ. ഇവിടെ വരെ നമ്മൾ ഫിബൊനാച്ചി വെക്കുകയാണെങ്കിൽ നല്ല ലേണിംഗ് വീഡിയോ ആണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. എല്ലാവരും കൂടി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. ഇത് കണ്ടോ? സോ പ്രൈസ് ഈ ഫോളിൻ്റെ 50% ഏരിയയിലേക്ക് വരാനുള്ള ചാൻസസ് കൂടി ഉണ്ടാകും. ദാറ്റ് മീൻസ് 24,060 to 0.618 എത്ര 23,870 വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ശ്രദ്ധിക്കണം. 50% വരെ വന്നിട്ടില്ല. 50% വരുന്നത് ശരിക്കും, അല്ലെങ്കിൽ അവിടുന്ന് തന്നെ മുകളിലേക്ക് കയറാനായിരുന്നു. ഓർ താഴെ ഇവിടെ വരെ വന്നിട്ട് ഇവിടെ 24,060 അവിടെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും.
അത് മാർക്ക് ചെയ്ത് വെക്കണം നമ്മൾ. ഓക്കെ, അതാണ് നല്ല ഒരു സപ്പോർട്ടായിട്ട് ഐ ഹോപ്പ് സോ. ഇതിങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് നമ്മുടെ സ്ട്രക്ചറിലേക്ക് ഇങ്ങനെ വെച്ചു. ഓക്കെ, പിന്നെ 24,870 കൂടി നല്ലൊരു സപ്പോർട്ട്. അത് ഏത് ഏരിയ ആണ്? 0.618. ദറ്റ് മീൻസ് നല്ലൊരു ഗോൾഡൻ ബുൾസ് സോൺ ഏരിയ. ലാസ്റ്റ് 23,600 ആണ് 0.786 ഏരിയ. അത് നമുക്ക് പിന്നത്തെ കാര്യം സംസാരിക്കണം. അത് മീൻസ് അപ്കമിങ് പെട്ടെന്ന് വരത്തില്ല. ഫസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടുന്ന് ബൗൺസ് ആണ്. അതെന്താണെന്ന് ഞാൻ പറയാം. സോ ഇപ്പോൾ ഇതായി സ്ട്രക്ചറിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ. ദാറ്റ് മീൻസ് സ്ട്രക്ചറലി സ്റ്റിൽ ഇപ്പോൾ വീക്ക്നെസ് ആണ്. ഡെയിലി ടൈം ഫ്രെയിം, ഡെയിലി അല്ല, ദാറ്റ് മീൻസ് ലോങ് അപ്കമിങ് ടൈമിൽ വീക്ക്നെസ് ആണ് ഇപ്പോൾ സ്ട്രക്ചർ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ബട്ട് ഈ സോണിൽ വന്നിട്ട് ഇവിടുന്ന് ബൗൺസ് ചെയ്യുമോ, ഇവിടുന്ന് റിവേഴ്സ് ആകുമോ ഇല്ല, അതാണ് നീ നോക്കേണ്ടത്. ദാറ്റ് മീൻസ് ഈ സ്ട്രക്ചറുടെ 50% ഏരിയ ഓർ 0.61 ഇവിടുന്ന് ആണ് റിവേഴ്സ് ആവേണ്ടതാണ്. ആവുകയാണെങ്കിൽ റിവേഴ്സ് ഇവിടുന്ന് ആവുകയുള്ളൂ. ഓക്കെ, താഴെ വന്നിട്ട് റിവേഴ്സ് ആവുകയുള്ളൂ. അത് താഴെ വന്നിട്ട് എന്താ പ്രൈസെക്ഷൻ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു വൺ അവർ ടൈം ഫ്രെയിമിലാണ് യൂഷ്വലി നമ്മൾ നോക്കാറുള്ളൂ. 1 hour ടൈം ഫ്രെയിമിൽ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എന്താണ്, ബുള്ളിഷ് ഉണ്ടോ ഇല്ല എന്ന് അതാണ് നോക്കേണ്ടത്. ഓക്കെ, പിന്നെ ആ ഒരു ഡെവലപ്പിനെ ലോ പിന്നെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇത് ഇനി ഡിലീറ്റ് ചെയ്തു. നമ്മൾ ഇനി വരുന്നത് നമ്മുടെ 15 minutes ടൈം ഫ്രെയിമിലാണ്, ഇൻട്രാഡേ ബേസിസ്. ഓക്കെ, ഇൻട്രാഡേ ബേസിസിൽ നമ്മുടെ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ താഴേക്ക് മൂവാണ് ഞാൻ കാണുന്നത്. ബട്ട് ആ മൂവ് കുറച്ച് കൂടിപ്പോയി. അത്രയ്ക്ക് കൂടാൻ പാടില്ലായിരുന്നു. ഞാൻ ഈ ഒരു ചാനൽ തന്നായിരുന്നു നിങ്ങൾക്ക്. ഓക്കെ, ആ ഒരു ചാനൽ തന്നായിരുന്നു. ബട്ട് അത് കുറച്ച് ഇങ്ങനെയൊക്കെ അല്ല, ഇങ്ങനെ ഇതുപോലെ ഒരു തന്നായിരുന്നു ഞാൻ. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇതുപോലെ ഇങ്ങനെ ലോ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളത് തന്നെ ഇങ്ങനെ ശരിക്കും അത് വെക്കണം കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്തേക്കണം എല്ലാവരും കൂടി, എന്നിട്ടാണത് ശരിയാവുള്ളൂ. ഇനി ഈ ഒരു പാറ്റേൺ കണ്ടത് ഇതൊരു ചാനലാണ്. ബട്ട് ചാനലല്ല, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, മെഗഫോണിൻ്റെ ഒരു വീഡിയോ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു പണ്ട്. മെഗഫോണിൻ്റെ ഒരു അനലൈസിസ് ഞാൻ ചെയ്തത് അത് സ്മോൾ ടൈം ഫ്രെയിമിലാണ്. ബട്ട് ഇത് അത്രയ്ക്ക് ഷാർപ്പ് ഉണ്ടാവാറില്ല. ഓക്കെ, ഷാർപ്പ് ഉണ്ടാവാറില്ല. സോ അത് ശ്രദ്ധിക്കണം. സോ മേ ബി കുറച്ച് ബൗൺസ് വരാനുള്ള ചാൻസസ് ഇവിടുന്ന് ഉണ്ടാകും. താഴേന്ന് ഇവിടുന്ന് വന്നിട്ട് മുകളിലേക്ക് പോകുമോ ഓർ ഡയറക്റ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകുമോ, അതാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, സോ ഈ ഒരു സ്ട്രക്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് ഈസിലി കുറച്ചുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സ്ട്രക്ചർ ഇൻവേർട്ടഡ് സ്കെയിലാക്കി തരാം കേട്ടോ. ഇവിടെ ഇൻവേർട്ടഡ് സ്കെയിൽ ഉണ്ടാവും. സോ ചാർട്ട് റേറ്റിന് റിവേഴ്സ് ആയിപ്പോൾ. ഓക്കെ, സോ സ്ട്രക്ചർ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇങ്ങനെയാണ് ഐ തിങ്ക് കുറച്ചുകൂടി എനിക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കുന്നത്. സോ ഇവിടുന്ന് 1, 2 and 3 പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇത് ഫുള്ളൊരു 1 വേവ് ആണ്. ഇത് 2 ആണ് ആൻഡ് 3 ദാറ്റ് മീൻസ് മെഗാഫോണാണ് ഞാൻ 3 എന്ന് പറയണത്. സോ 3 ആണ് എപ്പോഴും മെഗാഫോണിലേക്ക് പോകും. 3rd വേവ് മെഗാഫോണിലേക്ക് പോകുള്ളൂ. ഇതാണ് മെഗാഫോൺ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിന് ഞാൻ സ്ട്രക്ചറിൽ ഇത് ആ റേലി സ്റ്റാർട്ട്, ഈ ഒരു ഫോൾ സ്റ്റാർട്ടായത്, ഫോളിൻ്റെ കാര്യമാണ് മനസ്സിലായി. ഞാൻ ചാർട്ടാണ് ഇൻവേർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഇവിടുന്ന് 1, 2, 3, 4 and 5. ഓക്കെ, സോ 5 ആണ് ഇത് സ്ട്രക്ചറിൽ. 5 ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ് ഐ തിങ്ക്. സോ ഇത് ഇനി ഈ ഒരു സ്ട്രക്ചർ ഇപ്പോൾ ഇനി നാളത്തേക്കും 150 നല്ലൊരു സപ്പോർട്ട് ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു, നല്ല സപ്പോർട്ട് സോൺ കൂടിയാണ്. ഇത് ഇനി ബ്രേക്ക് ആയില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അപ്പ് മൂവ് കാണാൻ പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് അപ്പ് മൂവ് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കാണാൻ കിട്ടുന്നത് നമുക്ക് ആ കൺഫർമേഷൻ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഓർ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഈ ഒരു 24,130 ഈ റെഡ് ക്യാൻഡിലുള്ളൂ. ഓക്കെ, സപ്പോർട്ടാക്കി മാർക്കറ്റ് 24,310 ഇതിൻ്റെ അബോവ് പ്രൈസ് സസ്റ്റെയിൻ ആവത്തുവാണെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് അപ്പ് മൂവ് കിട്ടും. ഓക്കെ, ആ മൂവ് ഈ ക്യാൻഡിലിൻ്റെ ലോ ഇത്ര റെഡ് ക്യാൻഡിലിൻ്റെ 24,400 ആൻഡ് ഇതേ ഈ ഒരു ഏരിയ. ഓക്കെ, 24,460 വരെ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ടാകും. 24,500 വരെ വേണമെങ്കിൽ നോക്കാം. ബട്ട് അത് ഡിപ്പെൻഡ്സ് ഓൺ എ ബുൾ. ഓക്കെ, സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ സ്ട്രക്ചറിൽ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഈ വീഡിയോ മെഗാഫോണിൽ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇതിൻ്റെ ഓരോരോ സ്മോൾ ടൈം ഫ്രെയിം, ഇത് 5 minutes ടൈം ഫ്രെയിമിൽ ആൻഡ് 15 minutes ടൈം ഫ്രെയിമിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ എനിക്ക് തരാൻ പറ്റില്ല. ബട്ട് ഇതൊരു സഡൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണമെങ്കിൽ ലോങ് വീഡിയോ ആയി പോകും. അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും അതൊക്കെ എക്സ്പ്ലനേഷൻ തരാനൊരു മടി. നമുക്ക് മെഗാഫോണിൻ്റെ ആക്ച്വലി ഒരു ഞാൻ സഡൻ കാണിച്ചാൽ ഫസ്റ്റ് വേവ് എങ്ങനെയാണ്. ഫസ്റ്റ് വേവ് എത്ര ആയിരിക്കും? ഇവിടെ വരെ പോയി. എത്ര പ്രൈസ് പോയി? ഓൾമോസ്റ്റ് 140 പോയിൻ്റ് ആണ്. 140 പോയി ഇവിടെ മുകളിൽ കാണുമ്പോൾ 140 പോയിൻറ്റ്സ് പോയി. ഓക്കെ, 140 to 150 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്ര തന്നെയാണ് ഈ 2 to 3 പോകേണ്ടതാണ്.
2 to 3 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാമെങ്കിൽ എത്ര പോയിങ്ങനെയാണ്, ഓൾമോസ്റ്റ് അത്ര തന്നെയാണ്. ഓക്കെ, ഒരു ലേശം കൂടുതൽ കണ്ടോ. സോ 150. ഓക്കെ, സോ രണ്ടും ഈക്വൽ. ഇത് കണ്ടോ 150 സംതിങ് ആണ് പോയേക്കണേ 2 to 3. ഇതിൻ്റെ 4 to 5 ഇതിൻ്റെ 1.5 കൂടുതലുണ്ടാവണം. ഓക്കെ, 1.5 കൂടുതലുണ്ടാവണം ഫോൾ. ഓക്കെ, സോ 150 150ൽ 75 കൂട്ടിക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് 200 or 220 പോയിൻറ്റ് സംതിങ് എന്ത് വരുന്നുണ്ട്. ഇത് നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈ ഫോൾ എത്ര വന്നേക്കെ ഓവറോൾ 150 ഇത് കണ്ടോ 250 പോയിൻറ്റ്സ് സംതിങ് അങ്ങനെയാണ് വരുന്നത് കണ്ടോ. സോ അത്ര തന്നെയാണ് 1.5 പോയിൻറ്റ്സ് കൂടുതൽ ഫോൾ ഉണ്ടാവും, 1.5 ടൈംസ് കൂടുതൽ. ഓക്കെ, 0 to 1 സെയിം ആൻഡ് 2 to 3 സെയിം ഉണ്ടാവണം, 0 to 1 and 2 to 3 സെയിം ഉണ്ടാവണം, 4 to 5 അതിൻ്റെ 1.5 ഉണ്ടാവണം. അതാണ് കാൽക്കുലേഷൻ. ഭയങ്കര ഡീപ്പ് കാൽക്കുലേഷൻസ് ആണ്, കൂടുതലായിട്ട് എനിക്ക് തരാൻ പറ്റില്ല ഇപ്പോൾ ഇങ്ങനെ. അപ്കമിങ് വീഡിയോസ് നിങ്ങൾ കൂടെ ഷെയർ ചെയ്യും. ഇതൊക്കെ ലോജിക്കാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. എനിവേ ഇതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ബാക്കി പിന്നെ കാര്യമാണ്. സോ ഇപ്പോൾ ഞാൻ ചാർട്ട് നോർമലി ആക്കി തരാം, നമ്മുടെ നോർമൽ ഇത് തന്നെ. സോ നാളത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, നാളെ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓർ താഴേക്ക് പ്രൈസ് വരുവാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണം, പ്രൈസ് ഷാർപ്ലി മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ബുള്ളിഷ് ഡൈവർജൻസ് ഉണ്ട്, ബിയറിഷ് ഡൈവർജൻസ് ഇല്ല. ഇപ്പോൾ ബുള്ളിഷ് ഡൈവർജൻസ് ആണ് കൂടുതലുള്ളത്. സോ പ്രൈസ് താഴേക്ക് വന്നാലും സഡൻ മുകളിലേക്ക് ഷോർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. പിന്നെ കൺഫർമേഷൻ കിട്ടുന്നത് നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ സസ്റ്റെയിൻ ആവുന്ന റെസിസ്റ്റൻസ് ഫസ്റ്റ് ചെയ്തായിരിക്കും 24,000. ഓക്കെ, ദെൻ 24,400 ഒക്കെ റെസിസ്റ്റൻസ് ആണ്. ഞാൻ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തേക്കണേ. വീഡിയോ ഒത്തിരി ലോങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്, ഞാൻ വേഗം ഇങ്ങനെ ഇപ്പോൾ നീക്കിയിരിക്കും കേട്ടോ. ഓക്കെ, സോ നാളത്തേക്ക് ഞാൻ കൂടുതൽ ബിയറിഷ് സൈഡില്ല. ഓക്കെ, കൂടുതൽ ബിയറിഷ് സൈഡില്ല. പ്രൈസ് താഴെ കിട്ടുവാണെങ്കിൽ പ്രൈസ് ഞാൻ ബൈ സജസ്റ്റ് ചെയ്യുള്ളൂ. ബൈ ചെയ്യുമെന്ന് ഞാൻ പറയാൻ പറ്റില്ല, പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടാണ്, കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നോക്കിയിട്ടാണ്. ഓക്കെ, ഓർ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ, ഈ ഒരു മെഗാഫോണിൻ്റെ ഇത് ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ റെസിസ്റ്റൻസ് ചിലപ്പോൾ ടച്ച് ചെയ്ത് താഴെ വരും, ആൻഡ് ദെൻ വീണ്ടും ബ്രേക്ക് ഔട്ട് തരും, അതാണ് നോക്കുന്നത്. ഓക്കെ, സെൽ ഓഫ് സൈഡ് ഞാൻ നാളെ ഒത്തിരി ഇല്ല, പ്രൈസ് സെക്ഷൻ നോക്കിയിട്ടായിരിക്കും. ഓക്കെ, സോ ഇനി ഇതിൻ്റെ കഴിഞ്ഞ് ഇനി ബാങ്ക് നിഫ്റ്റിയിൽ പോകും. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റി സ്ട്രെച്ചിൽ പോകാം. ബാങ്ക് നിഫ്റ്റിക്ക് ഓൾമോസ്റ്റ് ഇത് തന്നെ മെഗാഫോൺ ടൈപ്പ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇത് കൊണ്ടുപോകാം. ബാങ്ക് നിഫ്റ്റി ഇത് തന്നെ. സോ ബാങ്ക് നിഫ്റ്റി താഴത്തെ ലെവൽസ് സ്റ്റിൽ ഇവിടെ കിടപ്പുണ്ട്. 2 ഇൻഡെക്സിൽ ഐ തിങ്ക് താഴത്തെ ലെവൽസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, താഴത്തെ നമ്മൾ സപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, 51,000 അത് സ്റ്റിൽ ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. മേ ബി നാളെ ചിലപ്പോൾ പ്രൈസ് ഇവിടെ വരുമോ ഇല്ല എന്ന് നോക്കുക, അതാണ് നോക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് 51,775. സോ അത് ബൈങ് സോണാണ്. നാളെ മേ ബി ഗ്യാപ് ഡൗൺ ആണെങ്കിൽ സപ്പോർട്ട് എടുത്തിട്ട് കയറാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ബാക്കി റെസിസ്റ്റൻസ് ഇത് ഇങ്ങനെ 52,330. ഓക്കെ, ഇതിൻ്റെ അഭാവമാണ് പ്രൈസ് കുറച്ചുകൂടി ബുള്ളിഷ് ആവാൻ തുടങ്ങുള്ളൂ. സഡൻ റെസിസ്റ്റൻസ് പിന്നെ ഇത് 52,525 ആൻഡ് ഇത് റെസിസ്റ്റൻസ് ആണ് 52,820. ഞാൻ നിയറസ്റ്റ് റെസിസ്റ്റൻസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത് ശരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചെറിയ ഒരു റെസിസ്റ്റൻസ് നമ്മൾ ശരിപ്പോൾ ചിലപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല റെസിസ്റ്റൻസ്. സഡൻ അവിടെ നിന്ന് ഒരു ഫോൾ വരാനുള്ള ചാൻസസ് നമ്മുടെ കയ്യിൽ എല്ലാ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മളവിടെ ചിലപ്പോൾ ആക്റ്റീവ് ആയിരിക്കും. ദറ്റ് മീൻസ് നമുക്കറിയാൻ പറ്റുന്ന ചെറിയൊരു റെസിസ്റ്റൻസ് അവിടെ നമ്മുടെ കയ്യിലുണ്ട്. സോ ഇൻ കേസ് അവിടെ നിന്ന് ഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ടാകും, ഓർ നമ്മളവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. അതാണ് ഞാൻ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് കൂടി നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. സോ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ബാങ്ക് നിഫ്റ്റി ഈ ലോ ബ്രേക്ക് ചെയ്ത് ഇനി ട്രാപ്പ് ചെയ്യാനുള്ള പരിപാടിയാണോ ഇല്ല നോക്കണം കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ യെസ് കണ്ടോ, ഡോജി ക്യാൻഡിലാണ്. ആൻഡ് ദെൻ റിവേഴ്സൽ ട്രൈ ചെയ്യുന്നുണ്ട് കണ്ടോ. ഡോജി ക്യാൻഡിലിന് റിവേഴ്സൽ ട്രൈ ചെയ്യുന്നു. കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. കൺഫർമേഷൻ കിട്ടുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ ഓൺലി 52,330 അബവ്. കൺഫർമേഷൻ നമുക്ക് എപ്പോഴാണ് കിട്ടുക, ഒരു നേരത്തെ അടിച്ച ലോ ക്യാൻഡിലിൻ്റെ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈഡ് അബവ് ക്ലോസിങ് കിട്ടിയാൽ മാത്രമേ കൺഫർമേഷൻ കിട്ടുള്ളൂ. ഓക്കെ, സോ ഇവിടെ ട്രൈ ചെയ്യുന്നുണ്ട് ഒരു മോർണിംഗ് സ്റ്റാർ പോലെ ഉണ്ടാക്കിയിട്ട് കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല. പിന്നെ ക്യാൻഡിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടല്ല ആയിട്ടുള്ളൂ ആ ഒരു ക്യാൻഡിൽ, 1 hour ക്യാൻഡിൽ. ഓക്കെ, സോ ഇത്രയാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഇനി നമുക്ക് വേഗം നമ്മുടെ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ പോകാം. യെസ്, മിഡ് ക്യാപ് നിഫ്റ്റി സെലക്റ്റിൽ ഞാൻ ഇന്നലെ വീഡിയോ ഉണ്ടാക്കിയായിരുന്നു, പക്ഷേ ഇത് അപ്ലോഡ് ആയിട്ടില്ല കേട്ടോ. ഇന്നലെ ഞാൻ വീഡിയോ ഉണ്ടാക്കിയായിരുന്നു, ഷെയർ ചെയ്തപ്പോൾ ഐ തിങ്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ മിഡ് ക്യാപ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോളിൻ്റെ 50% വന്ന് നിൽക്കുന്നു കണ്ടോ. 61.80% ജസ്റ്റ് ഒന്ന് പ്രൈസ് സ്റ്റോപ്പ് ചെയ്യുന്നു, നിൽക്കുന്നു.
ഓക്കെ, ഈ ഒരു ബുള്ളിഷ്നെസ് ഒന്നും കാണുന്നില്ല. സ്റ്റിൽ ഇത് കൊണ്ട് സ്ട്രക്ചറിൽ ബുള്ളിഷ്നെസ് ഒന്നുമില്ല. പ്രൈസ് വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി അതിൽ തന്നെ ഇതിലും ഐ തിങ്ക് സെയിം തന്നെ ആയിരിക്കുള്ളൂ. ഇങ്ങനെ തന്നെ ഒരു സ്ട്രക്ചർ എല്ലാ ഇൻഡെക്സിലും ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പാണ് ഇത്, ചെന്ന ടൈപ്പാണ് ഇത്. ഓക്കെ ഓക്കെ, ഇതിൻ്റെ ലെവൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ 13,000 ആണ് ഫസ്റ്റ് സപ്പോർട്ട്. റെസിസ്റ്റൻസ് വരുന്നത് ഇത് തന്നെ ആയിരിക്കുള്ളൂ. ഏതാ റെസിസ്റ്റൻസ്? ഇത് 13,110 റെസിസ്റ്റൻസ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബിലോ, ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ അകത്താണെങ്കിൽ, ചാനലിൻ്റെ അകത്താണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കുക, ഷോർട്ട് ചെയ്യേണ്ട. ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ, ചാനലിൻ്റെ അബവ് ബ്രേക്ക് ഔട്ട് ആയിട്ട് സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ മാത്രമേ നമ്മൾ ബുള്ളിഷ് സൈഡ് നോക്കുക. ഓക്കെ, ബാക്കി ഇത് ഈ ലെവൽസ് ഇതിനകത്ത് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെല്ലാം ഉണ്ടാക്കിയ വീഡിയോയിൽ ആക്ച്വലി അതിലേക്ക് തന്നെ മാർക്ക് ചെയ്തായിരുന്നു, അപ്ലോഡ് ആയില്ല എന്ന് തോന്നുന്നു. ഓക്കെ, റെസിസ്റ്റൻസ് ഇതൊക്കെ എല്ലാം എന്തെങ്കിലും ഉണ്ടോ? 13,150 അതൊക്കെ എല്ലാം പെർഫെക്റ്റ് ഇതാക്കി. 13,165 ഷാർപ്പ് സെൽ ഓഫ് വന്നത് ആക്ച്വലി വന്നത് ഇത് ഇവിടുന്നാണ്, ഈ ഒരു ഏരിയയിൽ 13,140. സോ അതൊരു റെസിസ്റ്റൻസ് ആണ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആണ് 13,165. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് സ്ട്രക്ചർ. വേറെ പ്രത്യേകിച്ച് ഈ സ്ട്രക്ചറിൽ വേറെ പറയാനൊന്നുമില്ല. ഇവിടുന്ന് ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇവിടുന്ന് ഒരു സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലാണ് നമുക്കത് നോക്കാം. ഐ തിങ്ക് ആ ഒരു സപ്പോർട്ട് തന്നെ കറക്റ്റ് ആ ഏരിയയിൽ തന്നെയാണ് കേട്ടോ. ഓക്കെ, 13,000 സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. മേ ബി സപ്പോർട്ട് എടുത്തിട്ട് ഓൺലി കയറാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, സോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പ്ലീസ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്.